ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു Cryptomining Garage. Cryptomining Garageൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു 3080 പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3080 പിന്നെ ഒരു 6080 സൂപ്പർ. അതിൽ 3080 യൂസ്ഡ് കാർഡാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഗിഗാബൈറ്റിൻ്റെ ഗെയിമിംഗ് OC ആണ്. അത് നോൺ LHR കാർഡായിരുന്നു. അപ്പോൾ ഈ നോൺ LHR കാർഡ്സിന് പ്രത്യേകിച്ച് ഗിഗാബൈറ്റിൻ്റെ കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ ഒറിജിനൽ തെർമൽ പാഡ്സ് കുറച്ച് മോശമാണ്. അപ്പോൾ അത് വലിയ ക്വാളിറ്റി ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചൂട് കൂടുതലാണ്. അപ്പോൾ കാർഡ്സും നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അതേപോലെ തെർമൽ ത്രോട്ട്ലിംഗ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന മാതിരി ഇപ്പോൾ ഏകദേശം മെമ്മറി ടെമ്പറേച്ചർ 110 ഹോൾഡ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഹാഷ് റേറ്റ് ഇപ്പോൾ 101 ഉണ്ടായിരുന്നത് ഡ്രോപ്പായി 92.8 വന്നു. അപ്പോൾ അത് തെർമൽ ത്രോട്ട്ലിംഗ് കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഹാഷ് റേറ്റ് കുറഞ്ഞു വരുന്നതാണ്. അതേപോലെ വാട്ട്സ് കൺസംഷനും കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 226 ആ റേഞ്ച് ഉണ്ടായിരുന്നത് ഇപ്പോൾ 218 വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് തെർമൽ ത്രോട്ട്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ കാർഡ് അഴിച്ചിട്ട് അതിലത്തെ തെർമൽ പാഡ്സ് റീപ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ എത്ര നമുക്ക് ടെമ്പറേച്ചർ പോകുന്നുണ്ട്, മെമ്മറി ടെമ്പറേച്ചർ പോകുന്നുണ്ട്, തെർമൽ പാഡ്സ് മാറ്റിയതിന് ശേഷം, അതിൻ്റെ ഒറിജിനൽ തെർമൽ പാഡ്സ് മാറ്റിയതിന് ശേഷം എത്ര ടെമ്പറേച്ചർ വരുന്നുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാർഡ് നമുക്ക് റിഗിൽ നിന്ന് അഴിച്ചിട്ട് അതൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ഓരോ പ്രൊസീജിയർ, നമ്മൾ ഏത് തെർമൽ പാഡാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ 3080 ഞാൻ അഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഡസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ് പ്രൊസീജിയറിൽ കടക്കാം. നമ്മൾ വാങ്ങിയിരിക്കുന്ന കിറ്റ് വന്ന് PI+ൻ്റെ പ്രീകട്ട് തെർമൽ പാഡ്സാണ്. ഇപ്പോൾ 3080 ഈ മോഡലിന് വേണ്ടിയിട്ട് തന്നെ തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് VRAMസിൻ്റെ വയ്ക്കുന്ന തെർമൽ പാഡ്സ് ഉണ്ട്, സെപ്പറേറ്റ് എല്ലാം നെയിം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് ബാക്കിൽ വരുന്നതാണ്, VRAMൻ്റെ പിന്നാലെ വരുന്നതാണ്. അതേപോലെ ഇതിൽ തെർമൽ പേസ്റ്റ് തന്നിട്ടുണ്ട് കോറിലിടാനുള്ളത്. ക്ലീനിങ് കിറ്റ്സ് തന്നിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് VRAMൽ വയ്ക്കുന്ന തെർമൽ പാഡ്സും തന്നിട്ടുണ്ട്. അതിന് പുറമെ ഈ ഗ്ലൗസും അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം ഇനി നമുക്ക് ഈ 3080 നമുക്ക് അഴിക്കാം. അതിനുവേണ്ടി നമ്മളിപ്പോൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ, ബാക്ക് പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ മൊത്തം നമുക്ക് 10 സ്ക്രൂ ആണ് വരുന്നത്. ഈ ഒരു ടൈപ്പ് 4 എണ്ണം ഉണ്ട് ഒരേപോലത്തെ. 1, 2, 3, 4 സ്ക്രൂ ഉണ്ട്. ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. അതേപോലെ ഇതിൽ 4 എണ്ണം ഉണ്ട്. ഇത്രയും സ്ക്രൂ അഴിക്കണം ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഊരിയിട്ടുണ്ട്. 2 പീസായിട്ടുണ്ട്. ഇത് ബാക്ക് പ്ലേറ്റിൻ്റെ കൂടെ വരുന്നത് നമ്മുടെ PCB, ഇത് കൂളിംഗ്, അതിൻ്റെ ഫാൻസും കൂളിംഗ് കോയിലും. ഇതിൽ കാണാം ഓൾമോസ്റ്റ് പാഡ്സൊക്കെ ഓൾമോസ്റ്റ് പോയതാണ്. അതേപോലെ തെർമൽ പേസ്റ്റ് കോറിലിട്ടത് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ച് ഓയിൽ ലീക്ക് ഉണ്ട്, പൊടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് PCB ബാക്ക് പ്ലേറ്റും കൂടി ചെക്ക് ചെയ്യാം. അതിന് ഇവിടുത്തെ സ്ക്രൂസാണ് വരുന്നുണ്ട്. 1, 2, 3. ഈ 3 സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ ബാക്ക് പ്ലേറ്റും PCBയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഈ 3 സ്ക്രൂ അഴിച്ചതിന് ശേഷം നോക്കാം. ഇപ്പോൾ നമ്മൾ ബാക്ക് പ്ലേറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ പവറിൻ്റെ 2 കേബിൾ വരും, അതും അഴിക്കണം. അതേപോലെ ഈ 3 സ്ക്രൂ അഴിച്ചിട്ടുണ്ട്.
പവറിൻ്റെ കേബിളിൻ്റെ കണക്ഷൻ ഇപ്പുറത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് PCB ഇനി ക്ലീനായിട്ടൊന്ന് വൃത്തിയാക്കാം. ഇതിൽ കുറച്ച് പൊടിയുണ്ട്, അതേപോലെ നമുക്ക് കോറ് ഒന്ന് ക്ലീൻ ചെയ്യാം, VRAMs എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം, കുറച്ച് ഓയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യാം ഫുള്ളായിട്ട്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അതേപോലെ ഇതിലുള്ള പഴയ തെർമൽ പാഡ്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞു, പഴയ തെർമൽ പാഡ്സൊക്കെ റിമൂവ് ചെയ്തു, ഫുള്ളായിട്ട് ആൽക്കഹോൾ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ക്യൂർ ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം ആയി. അപ്പോൾ ഓൾമോസ്റ്റ് ആ കണ്ടൻറ്റ് മുഴുവൻ, ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം നമുക്കിനി ഫസ്റ്റ് ബാക്ക് പ്ലേറ്റ് വെക്കാം. അപ്പോൾ അതിന് മുന്നേ ബാക്കിലുള്ള തെർമൽ പാഡ്സ് വെക്കാം. VRAMൻ്റെ ബാക്ക് സൈഡിൽ ബാക്ക് പ്ലേറ്റിൽ വരുന്ന തെർമൽ പാഡ്സ് നമുക്ക് ഫസ്റ്റ് വെക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ഒന്ന് ഇവിടെ അങ്ങനെ ഈ 4 സൈഡിലുമായിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക് പ്ലേറ്റ് വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ബാക്ക് പ്ലേറ്റ് ഫിറ്റ് ചെയ്തു, അതേപോലെ ബാക്കത്തെ തെർമൽ പാഡ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇതിൽ വെച്ചിരിക്കുന്ന മാതിരി VRAMസിൻ്റെയും അതേപോലെ ഫ്രണ്ടിൽ വരുന്ന ബാക്കിയുള്ള തെർമൽ പാഡ്സൊക്കെ നമുക്കിതിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ കോറിൽ ഡൈയിൽ തെർമൽ പേസ്റ്റ് ഇട്ടിട്ട് ഇത് വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് ലാസ്റ്റ് തെർമൽ പേസ്റ്റും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ തെർമൽ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞു, അതേപോലെ എല്ലാ തെർമൽ പാഡ്സും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഈ ഫാനിൻ്റെ കണക്ടറും കൂടി കണക്ട് ചെയ്യണം. അതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് മേലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീലുണ്ടാവും. അത് എല്ലാവരും നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് എടുത്ത് കളയണം, അല്ലെങ്കിൽ ഇഷ്യൂ വരും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, തെർമൽ പാഡ് വയ്ക്കുമ്പോൾ അതിലെല്ലാത്തിലും 2 സൈഡിലും ഇതുപോലത്തെ പ്ലാസ്റ്റിക് പീലുണ്ടാവും, അതിനൊരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എപ്പോഴും എടുത്ത് കളയാൻ ഓർമ്മിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പീൽ ചെയ്തെടുക്കാം. ഇത് ഫൈനൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൽ ഡസ്റ്റോ അങ്ങനെ എന്തെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ഈ പീലെടുത്ത് കളഞ്ഞാൽ മതി. നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ലാസ്റ്റ് ഈ 2 വയർ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ലാസ്റ്റ് മൂന്നാമത്തെ ഫാനിൻ്റെ വയറും കൂടി കണക്ട് ചെയ്തതിന് ശേഷം വേണം ഇത് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് നല്ല ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തെർമൽ പാഡ്സൊക്കെ അത് പുതിയതാണ്, എല്ലാം ചേഞ്ച് ചെയ്തത് കറക്റ്റായിട്ടുണ്ടോ എന്ന് ഈ സിസ്റ്റത്തിൽ ഇട്ടതിന് ശേഷം നോക്കാൻ. അപ്പോൾ എന്തായാലും വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്, പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് ഫ്രഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് PA+ൻ്റെ ആണ്. ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല, ഞാൻ എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിനി ഇത് സിസ്റ്റത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് എത്രയാണ് നമുക്ക് ടെമ്പറേച്ചർ വരുന്നത്, എത്രയാണ് മെമ്മറി ടെമ്പറേച്ചർ വരുന്നത്, കോർ ടെമ്പറേച്ചർ എല്ലാം നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ ഇനി നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാം. അപ്പോൾ നമ്മൾ സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, റിഗ് ഓൺ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 5-6 മിനിറ്റ്സ് ആയി. അപ്പോൾ നമുക്ക് നമ്മുടെ റിഗിൽ കയറി നോക്കാം. ഞാൻ കുറച്ചുകൂടി മെമ്മറി ബംപ് ചെയ്തു, കുറച്ചുകൂടി കൂട്ടി. നേരത്തെ 2400 ആയിരുന്നു, ഇപ്പോൾ 2600 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോർ 64, മെമ്മറി 92. അപ്പോൾ ഏകദേശം ഒരു 18 ഡിഗ്രിയോളം വ്യത്യാസം വന്നു.
ഇപ്പോൾ ഇവിടുത്തെ ആംബിയൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് റൂമിലത്തെ 39 ഡിഗ്രിയാണ്. അപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ. അതേപോലെ ഈ കോറ് 64-ൽ നിൽക്കുന്ന അതൊരു 2 days ക്യൂറിങ് ടൈം ഉണ്ട്. ഇപ്പോൾ പുതിയ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 2 days ടൈമിൽ ഈ കോറ് നമുക്ക് സ്റ്റേബിളായി കിട്ടും. അപ്പോൾ കുറച്ചുകൂടി കമ്മിയാവും. എന്തായാലും ഒരു 3-4 ഡിഗ്രി ബിലോ 60 എന്തായാലും ഈ സെയിം ടെമ്പറേച്ചർ നിൽക്കുകയാണെങ്കിൽ വരും. നമുക്ക് മെമ്മറി വന്നിട്ട് 90-92 ആ ലെവലിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ 3070 Ti പുതിയ കാർഡാണ്. അപ്പോൾ ആ കാർഡിൻ്റെ സെയിം ലെവലിലാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 62 and 92 ആണ്. ഇതിൽ 64 and 94. ഈ കോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ക്യൂറിങ് ടൈം ഒരു 2 ഡിഗ്രി കൂടുതലായിരിക്കും. അത് കഴിഞ്ഞാൽ സെറ്റിൽ ആയിക്കോളും. പിന്നെ നമ്മൾ ഇതിൻ്റെ വാട്ട്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ, തിരിച്ച് ഫുൾ പവർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 233 വാട്ട്സ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം തെർമൽ ത്രോട്ട്ലിംഗ് ഇപ്പോൾ ആവുന്നില്ല, ടെമ്പറേച്ചറൊക്കെ കൺട്രോളിലാണ്. അപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, റൂം ടെമ്പറേച്ചർ കമ്മിയാക്കുകയാണെങ്കിൽ നല്ലൊരു എക്സോസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ മേജറായിട്ടൊന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ വിത്തിൻ എ വീക്സ് ടൈം റിഗ് ഇവിടുന്ന് മാറ്റുകയാണ്. ഈ സ്പേസിൽ നിന്ന് വേറെ കുറച്ചുകൂടി ഒരു വലിയ സ്പേസിലോട്ട് മാറാനുള്ളൊരു പ്ലാനാണ്, കുറച്ചുകൂടി എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എക്സോസ്റ്റോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പൊതുവേ നല്ല ടെമ്പറേച്ചറാണ് എൻ്റെ ഈ ഏരിയയിൽ. അതുകൊണ്ടാണ് ഈ എല്ലാ കാർഡ്സും കണ്ടില്ലേ, 1660 സൂപ്പറൊക്കെ 59-ലാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം ഓൾറെഡി എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത് സക്സസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്ന. ഒരു 2 days ഇതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് അറിയാം. എല്ലാം ഒന്ന് സ്റ്റേബിളായതിനു ശേഷം, ഇപ്പോൾ ക്യൂറിങ് ടൈം ഉണ്ടല്ലോ, അതേപോലെ ഈ തെർമൽ പേസ്റ്റ് ക്യൂർ ചെയ്ത് അതേപോലെ തെർമൽ പാഡ്സും എല്ലാം ഒന്ന് സെറ്റായി ഒന്ന് ഇതായി വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടൊരു ഔട്ട്പുട്ട് അറിയാം. 2-3 daysനകത്ത് ഒന്നുകൂടി ഞാൻ അപ്ഡേറ്റ് തരാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കഴിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഗ്രാഫിക്സ് കാർഡ് തുറന്ന് അതിൽ തെർമൽ പേസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതാരും അനുകരിക്കരുത്, ചെയ്യാൻ ശ്രമിക്കരുത്. സംടൈംസ് കാർഡ് ബ്രിക്കാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഫാനിൻ്റെ കേബിളെല്ലാം അഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ആ കേബിൾ വിട്ടുവരാൻ ചാൻസ് ഉണ്ട്. അത് ചെറിയൊരു കേബിളാണ്. അപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.